മലയാളികളിൽ ഷുഗർ കൂടാനുള്ള മെയിൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹൈ GI ഫുഡ് ഇൻടേക്ക്, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഭക്ഷണ രീതി മലയാളികൾക്കുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കൂടുതലും കഴിക്കുന്നത് വൈറ്റ് റൈസ് ആണ്, ഇതിന് ഹൈ GI ആണ്. അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലേക്ക് സ്വീകരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. ഉദാഹരണത്തിന് ധാന്യങ്ങളിലൊക്കെ ഒരു 56 മേലെ GI ഉണ്ട്. 100 ആണ് മാക്സിമം, അതിൽ 56 മേലെ ധാന്യങ്ങളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ മലയാളികളുടെ ഒരു ശീലമാണ്. രണ്ടാമത്തെ കാരണം, ആക്ടിവിറ്റി വളരെ കുറവാണ്. പണ്ട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടില് പറമ്പില് പണികളും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം മിതമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഭക്ഷണത്തിന്റെ അളവ് മുന്നത്തെക്കാളും കൂടുകയും ചെയ്തു, എന്നാൽ ആക്ടിവിറ്റി കുറയുകയും ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം മിനിമം ഒരു 7000 സ്റ്റെപ്പിലും മേലെ നമ്മൾ നടക്കണം എന്നാണ്. ഇതാണ് ഒരു മിനിമം ആക്ടിവിറ്റി. അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറി. മൂന്നാമത്തെ കാരണം, വെള്ളം ആവശ്യത്തിന് കുടിക്കാത്തത്. നമ്മുടെ ശരീരത്തിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ക്ലെൻസിങ്ങിനും ആവശ്യമുള്ളതാണ് ഈ ഒരു വെള്ളം. ഇത് കൃത്യമായിട്ട് വന്നാൽ തന്നെ ഷുഗർ ലെവലിനെ ആണെന്നുണ്ടെങ്കിലും ശരീരത്തിന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് വരുന്നതിനെ പുറന്തള്ളാനാണെങ്കിലും ഏത് രീതിയിലേക്കാണെങ്കിലും വെള്ളം അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് മലയാളികളിൽ ഷുഗർ കൂടിയത്.